ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ. ശബരിക്ക് മോക്ഷം കൊടുത്ത ശബരി പീഠം എന്ന് പറയുന്നത് ശബരി അടക്കിയ സ്ഥലമാണ്. എല്ലാവരും സമാധി സ്ഥലമാണ് അവിടെ. ശരിക്ക് ശബരിമല എന്ന് പറയുന്നത് അവിടെ നിശബ്ദ മേഖലയാണ്. 289 മല ചവിട്ടിയ എനിക്ക് അയ്യപ്പസ്വാമിയിൽ അവിടെ വന്ന് ഇങ്ങനത്തെ ഒരു ബഹളവും വട്ടകാസവും ഒക്കെ കാണാനുള്ള ശക്തിയില്ല. ഉള്ളിലൊരു വിഷമമായിരിക്കില്ല 100%. ഒരു ഗുരുസ്വാമി ആയിട്ടുള്ള ഒരാൾ ശബരിമല ചവിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വേദനയോട് ഞാൻ പറയാണ്. ഞാൻ വേദനിച്ചിട്ടാണ് പറയുന്നത്. അല്ല എനിക്ക് ഭഗവാനെ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ മല ചവിട്ടാനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ ഇത് ഇത്രയൊക്കെ പ്രശ്നമായ സ്ഥിതിക്ക് ചിലപ്പോൾ അയ്യപ്പസ്വാമി അതിന് ഒന്ന് ഉണന്ന് അങ്ങനെ യോഗ നിദ്രയിൽ നിന്ന് ഉണന്ന് ഇതെന്തായാലും ഒന്ന് തെളിയിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് അദ്ദേഹത്തിനെ കുത്തി ഇളക്കിയെങ്കിൽ അതിനുള്ള പണിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം സംഭവിച്ചത് അയ്യപ്പസ്വാമി ഉണർന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ശബരിമല എന്ന് പറഞ്ഞത് മാതംഗമുനി എന്ന് പറയും, മാതംഗാശ്രമം. അതിനുശേഷമാണ് അഹല്യയും ഇതൊക്കെ ശരിക്കും ആദ്യ യുഗം തൊട്ടുള്ള ക്ഷേത്രങ്ങളിൽ പെടുന്ന ഒന്നാണ്. അത് കഴിഞ്ഞിട്ട് ദ്വാപര യുഗത്തിലാണ്, ത്രേതായുഗത്തിലാണ് ശരിക്ക് ശ്രീരാമൻ വരുന്നത്. ശ്രീരാമൻ ജനിക്കുന്ന സമയത്താണ് ശരിക്ക് അത്രി മഹർഷിയും അഹല്യയും. അപ്പോൾ അഹല്യയ്ക്ക് ശാപം കിട്ടി. അഹല്യ ശാപമോക്ഷം കൊടുത്ത സ്ഥലമാണല്ലോ. ശരിക്ക് രാമൻ വന്നാണ് ആ കല്ലിൽ ചവിട്ടുകയും ശരിക്കും അഹല്യ പുനർജന്മം വരികയൊക്കെ ചെയ്തത്. അതിൻ്റെ കഥ അങ്ങനെ നിൽക്കിട്ട്. പക്ഷേ ശബരിയെ കുറിച്ച് അറിയണം. ശബരി എന്ന് പറയണത് ഇത് കാട്ട് ജാതിക്കാരുടെ കാട്ടുമൂപ്പൻ്റെ മോളാണ്. ശരിക്കും അത് കാടാണ്. അവിടെ കാട്ട് ആചാരങ്ങളാണ് കൂടുതൽ നിലനിന്നിരുന്നത്. ഈ ആശ്രമവും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ ആചാരം എന്ന് പറയണേ കാട്ടിലെ ആചാരങ്ങളാണ്. അപ്പോൾ കാട്ടരയന്മാർ ആണ് അവിടെ ആചാരങ്ങൾ നടത്തിപ്പോകുന്നത്, ഈ കാട്ട് മൂപ്പനും എല്ലാം കൂടി. അപ്പോൾ കാട്ടുമൂപ്പൻ്റെ മോള് കല്യാണപ്രായമായി. കാട്ടുമൂപ്പൻ്റെ മോളാണ് ശബരി. അപ്പോൾ കല്യാണപ്രായമായി. അപ്പോൾ കാട്ടിലൊരു രീതിയുണ്ട്. എന്താണ് കാട്ടു രീതി? ഈ കല്യാണത്തിന് 2 ദിവസം മുമ്പ് കാട്ടിൽ എല്ലാ പേരും കൂടി കൂട്ടി കാട്ട് വനദേവതയ്ക്ക് രക്തം കൊടുത്ത് ആട്ടിനെ വെട്ടി രക്തം ദാനം ചെയ്തുകൊണ്ട് ഒരു ഉത്സവം നടത്തും. കാരണം ഇവർ ദീർഘസുമംഗലിയായിരിക്കാനും അവിടെ ഐശ്വര്യത്തിൻ്റെ കാട്ടിൻ്റെ രീതിയാണ്. അപ്പോൾ കാട്ടിൽ എല്ലാം രക്തം കൊടുത്തുകൊണ്ട് ഇത് ചെയ്യണം. അപ്പോൾ ആടുകളെ കൊണ്ട് നിർത്തി. അപ്പം ശബരി ഭയങ്കര ഭക്തയാണ്, ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഈ ശബരി എന്ത് ചെയ്തു? ശബരിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. കല്യാണം നടത്തുന്നതിലൊന്നുമല്ല അവരെ വിഷമം. അവർ അച്ഛാ ഈ ജീവികളെ കൊല്ലണ്ട അച്ഛാ, ഇതിനെ വെട്ടി രക്തം ഒഴിക്കണ്ട അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാട്ടിൻ്റെ രീതിയാണ്. എല്ലാവർക്കും നിയമം ബാധകമാണ്. പ്രത്യേകിച്ച് കാട്ടുമൂപ്പൻ്റെ മോളെ കല്യാണത്തിന് നിയമം മാറ്റി വയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഇദ്ദേഹമാണ് കാട്ടിൻ്റെ രാജാവ്, കാട്ടുമൂപ്പൻ. അപ്പോൾ ശബരിയുടെ അച്ഛൻ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശബരിക്ക് ഒരു കാരണവശാലും ഈ ജീവികളെ കൊന്ന് രക്തം ഒഴിക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കല്യാണം നടന്നാലല്ലേ ഇതിനെ കൊല്ലുള്ളൂ. അപ്പം ഇത് ആലോചിച്ചിട്ട് ആര് പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ ശബരി ഒളിച്ചോടി. അവിടുന്ന് ഒളിച്ചോടി. ഞാൻ ഉണ്ടെങ്കിൽ അല്ലേ എന്നെ മുമ്പ് നിർത്തിയിട്ടാണല്ലോ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനില്ലെങ്കിൽ ഇവരെങ്ങനെ ജീവിയെ കൊല്ലും? എന്നെ കൊണ്ട് നിർത്തി വേണം. അവിടെ ഒരു പീഠമുണ്ട്, അതായത് ഇത് നടത്തേണ്ട പീഠം, ബലിപീഠം. ആ ബലിപീഠത്തിൽ രക്തം ഒഴിക്കണം വനദേവതയ്ക്ക്. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ എൻ്റെ പ്രസൻസില്ല. അപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇവർ ഒളിച്ചോടി അങ്ങനെ കാട്ട് ജാതിക്കാരെല്ലാം ഇവരെ തപ്പി കാട് മൊത്തം നടക്കുകയാണ്. ഇവരിങ്ങനെ ഒരു മരപ്പൊത്തിനകത്ത് ഇങ്ങനെ ഒളിച്ച് പതുങ്ങിയിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തുകൂടെ 2-3 പേര് മരത്തിൻ്റെ സൈഡിൽ വന്നു നിന്ന് 4 സൈഡും ഒക്കെ നോക്കുകയാണ്, കാണാനില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകണ്ട. എന്തെന്നാൽ അത് അത്രി മഹർഷിയുടെ ആശ്രമമാണ്. അവിടെ അഹല്യുണ്ട്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അവിടെ ആർക്ക് പ്രവേശനമില്ല? സ്ത്രീകൾക്ക് പ്രവേശനമില്ല, വയസ്സായ സ്ത്രീകൾ. അപ്പോൾ അഹല്യ അവിടെ വസിക്കുന്ന സ്ഥലമാണ്, അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർ അങ്ങോട്ട് പോവില്ല. അപ്പോൾ എന്നിട്ട് ഇവർ തിരിച്ചു പോയി. അപ്പോൾ ഈ അമ്മ ശബരി കേട്ടത് എന്താണ്?
എന്തായാലും അവിടെ ഒട്ട് ഇവർ വരില്ല. ഇവർ നേരെ ഓടി അങ്ങോട്ടേക്ക്. ഓടി അഹല്യയെ അഭയം തേടി. അമ്മ എനിക്ക് ഇതാണ് എന്നെ കാരണം, ഇതാണ് സംഭവം, എന്നെ വിട്ടുകൊടുക്കരുത്. അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ ശബരി മലയിൽ ശബരി അന്നിരിക്കുന്ന ശാസ്താ വിഗ്രഹമാണ്. അവിടെ ഇരിക്കുന്ന വിഗ്രഹം ശാസ്താവാണ്, ഇവർ ആരാധിച്ച് പോകുന്ന വിഗ്രഹമാണ്. അപ്പോൾ ആ ശാസ്താ വിഗ്രഹത്തിലേക്ക് ഇവരാണ് പൂജ ചെയ്യണത്, അഹല്യയും അത്രി മഹർഷിയൊക്കെ. അപ്പോൾ ഇവർ നീ മാറി ഈ ആശ്രമത്തിൽ നിന്ന് അല്പം മാറി നീ താമസിച്ചോളുക, അശുദ്ധമുള്ള സമയത്തോ ഈ ഭാഗത്തേക്ക് സ്ത്രീക്ക് ഇങ്ങോട്ട് വരരുത്, നീ അവിടെ കഴിഞ്ഞോളുക, എന്നിട്ട് ആശ്രമത്തിന് സഹായം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ ഇരിക്കുകയും അതിനുശേഷം ഇവർ രണ്ടുപേരും സമാധിയായി. അഹല്യയ്ക്ക് മോക്ഷം കിട്ടാതെ അഹല്യ ശാപത്തിലേക്ക് പോയി. അത്രി മഹർഷിക്ക് സമാധിയാവുന്ന സമയത്ത് അത്രി മഹർഷിയിൽ കൂടെ പറഞ്ഞു എനിക്ക് ആരുമില്ല ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ ഈ ശബരി വയസ്സായി, എനിക്ക് ആരുമില്ല ഗുരു, എന്ത് ചെയ്തു പറഞ്ഞു, നീ പേടിക്കണ്ട, സാക്ഷാൽ വിഷ്ണു അവതാരം എടുത്തിട്ടുണ്ട്, വിഷ്ണു ഭഗവാൻ ഇതുവഴി വരും, രാമനായി അവതാരം എടുത്തിട്ടുണ്ട്, ഇതുവഴി വരും, നിനക്ക് മോക്ഷം തരും ഭഗവാൻ, നീ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ഈ അമ്മയാണ് പിന്നെ ഈ ശാസ്താവിന് പൂജ ചെയ്തത്. പൂജ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പഴവർഗ്ഗങ്ങൾ സ്വീകരിച്ച് കൊണ്ടുവന്നിട്ട് കടിച്ചു നോക്കും, മധുരമുള്ളത് മാത്രമേ ഭഗവാന് കൊടുക്കുള്ളൂ. എന്നുവെച്ചാൽ എങ്ങനെ പൂജ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഭഗവാനെ പഴവർഗ്ഗങ്ങൾ ഇവർ സ്വീകരിച്ച് കൊടുത്തിട്ടുണ്ട്, മറ്റു ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പൂജ ചെയ്യണം എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. അതിന് ശേഷം പൂജ ചെയ്യുന്ന സമയത്ത് അവർ ചെയ്തത് ഇങ്ങനെയെന്ന് ഗുരു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ അവിടുത്തെ പവിത്രതയാണ്. അവിടെ ആ കാലകാലങ്ങളിലായി ഈ എല്ലാം മുക്തിയായിട്ട് മഹാമഹർഷിവര്യന്മാർ തപസ്സിന് വരുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ശബരിമല. അവസാനം അയ്യപ്പസ്വാമി എന്ത് ചെയ്തു, അപ്പോൾ രാമൻ വന്നു. രാമൻ ശരിക്കും സീതയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് വന്ന് വഴി പറഞ്ഞു കൊടുക്കുകയും എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തതെല്ലാം ശബരിയാണ്. ആ ശബരിക്ക് മോക്ഷം കൊടുത്ത ശബരി പീഠം എന്ന് പറയുന്നത് ശബരിയെ അടക്കിയ സ്ഥലമാണ്. ശബരിമല പോയിട്ടുണ്ടല്ലോ. ശബരിമല പോകുമ്പോൾ ശബരി പീഠം, ശരംകുത്തിയിൽ അടുത്തായിട്ട് ശബരി പീഠമുണ്ട്. ഈ ശബരി പീഠം എന്ന് പറയുന്നത് ശബരിയെ രാമനും ശരിക്ക് ലക്ഷ്മണനും കൂടി നിന്നാണ് അടക്കം ചെയ്യണേ. ആ അടക്കം ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അതും ശബരിമലയായിട്ട് വ്യത്യാസത്തിലാണ്. ഈ ശബരി പീഠത്തിലാണ് ശരം വന്ന് കുത്തിയത്. അത് ഈ അയ്യപ്പൻ്റെ വിഗ്രഹവും, അയ്യപ്പൻ എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ അവതാരമാണ്. മനസ്സിലായി? ഇപ്പം വിഷ്ണുവിൻ്റെ ഒരുപാട് അവതാരങ്ങൾ, കൃഷ്ണൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്, രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് പറയും പോലെ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ. ഈ അയ്യപ്പൻ പോയി ഈ ശാസ്താ വിഗ്രഹത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്തത്. പക്ഷെ ചിലർ പറയും അവിടെ ശാസ്താവല്ല, ചാത്തനാണ് എന്ന് പറയുന്നത്. ചാത്തൻ അല്ല, കാരണം ഈ ചാത്തൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ട് അവർ പറയുന്നു എന്ന് ചോദിച്ചാൽ, അന്ന് അവിടെ ആചാരം നടത്തിക്കൊണ്ടിരുന്ന വനദേവതകളാണ്. വനദേവത ആരാധിക്കുന്ന ഈ കാട്ടുജാതിക്കാർ ആദരിക്കുന്നതാണ് ചാത്തനെ ആരാധിച്ച് പോകുന്നത് കൊണ്ടാണ് ചാത്തനാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറയാൻ കാരണം. അവസാനം ഇവര് ശബരിയും ആരാധിച്ചല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പക്ഷെ അത് യഥാർത്ഥം അതല്ല. അവിടെ ചാത്തനും ബാക്കിയുള്ളവരുണ്ട്, വനത്തിൽ വനദേവതകൾ ഇവരെല്ലാം ഉണ്ട്, അന്ന് ആരാധിച്ച മൂർത്തികളെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ആശ്രമം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറയാം, മാതംഗാശ്രമം, മാതംഗമുനി, അത് കഴിഞ്ഞ അഹല്യ, അത്രി മഹർഷി, ശബരി. ഈ സ്ഥലത്തേക്കാണ് അയ്യപ്പസ്വാമി അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം സമാധിക്കായിട്ട് പോയത്. എല്ലാവരും സമാധി സ്ഥലമാണ് അവിടെ. ശരിക്കും ശബരിമല എന്ന് പറയുന്നത് അവിടെ നിശബ്ദ മേഖലയാണ്. ഞാൻ ശബരിമല പോകാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ്? അത് ശബരിമല നിശബ്ദ മേഖലയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചൂട് വെച്ച് വിളിക്കും പോലെ കിടന്ന് ശരണം വിളിക്കാനും പാടില്ല. എവിടെ? സന്നിധാനത്ത്. ഈ സന്നിധാനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സമാധികളുടെ ഒരു ഇടമാണ്. നമ്മൾ ശരണം വിളിക്കേണ്ട എപ്പോഴാണ്? മല കയറാൻ വേണ്ടി. നമ്മൾ തടിയൊക്കെ പിടിക്കുന്നവരെ ചെന്ന് നോക്കിക്കൊണ്ടിരുന്ന അറിയാം, മറ്റേ ഐലസ എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വലയൊക്കെ വലിക്കാൻ വേണ്ടിയിട്ടുണ്ടാ. ഇത് എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ശക്തി കിട്ടാനും നമ്മളെ മൈൻഡ് അതിൽ തന്നെ നിൽക്കാനും ഒക്കെ ആയിട്ട് വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ മല കയറാൻ വേണ്ടി ശരണം വിളിക്കാം. അല്ലാതെ അവിടെ പോയി കൊടുന്നു അവിടെ ശരണം വിളിക്കരുത്, ഞാൻ വിളിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് കുറേ പേര് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നവരാടി വിളി ബഹളം. ഇത് കണ്ട് പേടിച്ചിട്ട് ഞാൻ ശബരിമല യാത്ര നിർത്തലാക്കി. ഇനി എപ്പോഴുമാണോ ഇതുപോലത്തെ അവസ്ഥകൾ വരാം, അതുകൊണ്ട് അയ്യപ്പ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല
കാരണം ഞാൻ വീണ്ടും 289 മല ചവിട്ടിയ എനിക്ക് അയ്യപ്പസ്വാമിയിൽ അവിടെ വന്ന് ഇങ്ങനത്തെ ഒരു ബഹളവും വട്ടകാസവും ഒക്കെ കാണാനുള്ള ശക്തിയില്ല. ഞാൻ അത്ര എന്ന് വെച്ചാൽ അത്ര ഉള്ളിലൊരു വിഷമമായിരിക്കില്ല 100%. ഒരു ഗുരുസ്വാമി ആയിട്ടുള്ള ഒരാൾ ശബരിമല ചവിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വേദനയോട് ഞാൻ പറയാണ്, ഞാൻ വേദനിച്ചിട്ടാണ് പറയുന്നത്. അല്ല എനിക്ക് ഭഗവാനെ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ മല ചവിട്ടാനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് അയ്യപ്പനെ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അല്ല. എനിക്ക് അവിടുത്തെ ഈ സാഹചര്യത്തിൽ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള എനിക്ക് പേടി, മനസ്സിലായി? ഒരു ഭക്തന് പേടിയാണ്. അപ്പോൾ അവസരങ്ങളൊക്കെ മാറിയില്ലേ? അവസരങ്ങൾ ഇവിടെ മാറി, എന്തോന്ന് മാറി? അടിയില്ല, ബഹളമില്ല, ബാക്കിയില്ല. പിന്നെ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം മാറിയിട്ടുണ്ടാ? അങ്ങനെ മാറിയെങ്കിൽ ഇന്ന് ഈ ടി വിയിലും മറ്റേ ഇതിലുമൊക്കെ വല്ലതും കാണേണ്ട ആവശ്യമുണ്ട്. ആരെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. വെളിക്കുള്ളിലുള്ള അടി മാത്രമേ നിർത്തിയുള്ളൂ, അകത്തുള്ളിലുള്ള അടിച്ചു മാറ്റമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. രണ്ടും അടി തന്നെ, മനസ്സിലായില്ല? നമുക്ക് നമ്മൾ പറയുമ്പോൾ പിന്നെ എല്ലാവരും തമാശയായിട്ട് തന്നെ എന്നെയൊക്കെ വിളിച്ച്, ഞാൻ വിദേശ രാജ്യത്ത് എനിക്ക് ദുബായിൽ ഓഫീസുണ്ട്, അവിടെയൊക്കെ പോകുമ്പം പലരും വന്ന് നമ്മളോട് ചോദിക്കും, നിങ്ങളെ അയ്യപ്പസ്വാമിയെ കാണാൻ പോകണം, അയ്യപ്പസ്വാമിക്ക് അങ്ങേരെ സാധനം സൂക്ഷിക്കാനുള്ള കഴിവ് പോലും ഇല്ലല്ലോ, അങ്ങേരെ ഇത്രയും മലയും ചവിട്ടി അവിടെ പോയിട്ട് എന്താണ് മോശം കിട്ടാൻ, എന്താണ് കിട്ടാൻ എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ പ്രകോപിപ്പിക്കാൻ ചോദിക്കുന്നവരുണ്ട്, ഞാനൊരു അയ്യപ്പ ഭക്തനാണെന്ന് അറിഞ്ഞിട്ട് ചോദിക്കുന്നവരുണ്ട്, പിന്നെ കളിയാക്കാൻ ചോദിക്കുന്നവരും ഉണ്ട്. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചാൽ, ഈ അയ്യപ്പസ്വാമി പോയി കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ പോയി അദ്ദേഹം അവിടെ സമാധിയിലിരിക്കുകയാണ്, ജീവ സമാധിയിൽ, യോഗ നിദ്രയിലിരിക്കുകയാണ്. രക്ഷാർത്ഥം ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവിടെ കൊണ്ട് കുറേ പണം കൊണ്ടുവന്ന് അവിടെ കൊണ്ട് വച്ചത് ഭഗവാൻ പറഞ്ഞിട്ടല്ല, അവിടെ കൊണ്ട് വിഗ്രഹം കൊണ്ട് സ്വർണം കൊണ്ട് പൊതിഞ്ഞു വെച്ചത് ഭഗവാൻ അയ്യപ്പസ്വാമി പറഞ്ഞിട്ടല്ല. അയ്യപ്പസ്വാമിക്ക് ഇതൊന്നും ആവശ്യമില്ല. ലോകത്തുള്ള എല്ലാ സ്വത്തും എല്ലാ സ്വർണവും പ്രപഞ്ചനാഥനായ ഭഗവാന്റെ വകയാണ്. ആ ഭഗവാൻ ഇനി നമ്മളാരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കണോ? പക്ഷേ ചെയ്തവർക്കുള്ള തെറ്റുള്ള അല്ല, അത് വേറെ. ഇത് സൂക്ഷിക്കേണ്ട ആരാണ്? ഇത് സൂക്ഷിക്കേണ്ട. നിങ്ങൾക്കൊരു വീട് വെച്ചു, ബാങ്കിൻ്റെ ലോൺ എടുത്ത് വീട് വെച്ചു, ബാങ്ക് ഒന്ന് നിങ്ങളെ വീട് ഡെയിലി വൃത്തിയാക്കി തരുമോ? തൂത്തുവാരി തരുമോ? ഇല്ല. അവിടെ പെയിന്റ് അടിച്ചു തരുമോ? ഇല്ല, ഒന്നും തരത്തില്ല. ബാങ്കിന്റെ വകയാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ വീട് തന്നെയല്ലോ. വീട് സൂക്ഷിക്കേണ്ട വീട്ടിൽ വസിക്കുന്നവനാണ്, ആ വീട് വൃത്തിയാക്കേണ്ട വീട്ടിലുള്ളവരാണ്. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ട്രസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനകളാവട്ടെ, അല്ലെങ്കിൽ ബോർഡുകളാവട്ടെ, ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ആണെങ്കിൽ ദേവസ്വം ബോർഡുകളാവട്ടെ, എല്ലാ മതത്തിലും ഇതുപോലെ ബോർഡുകളും ഓരോ ആരാധ്യ സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അത് അവരുടെ ജോലിയാണ്, ദൈവത്തിൻ്റെ ജോലിയല്ല. ആരാണോ സംരക്ഷകരായി നിൽക്കേണ്ട അവരാണ്. ഇവിടെ ആരും മോട്ടിച്ചുകൊണ്ട് പോയത് ദൈവങ്ങളൊന്നും വന്നെടുത്തുകൊണ്ട് പോയതല്ല. ആരാണോ സൂക്ഷിക്കേണ്ടത്, ആരാണോ സംരക്ഷിക്കേണ്ടത്, അവരാണ് സംരക്ഷിക്കാതെ പോയത്. അതിന് ദൈവത്തിനൊന്നും ആവശ്യമില്ല. നീ സൂക്ഷിച്ചു വെച്ചാൽ നിനക്ക് കൊള്ളാം. അപ്പോൾ ആ സൂക്ഷിക്കാത്തതിൻ്റെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഒരു തിരിച്ചടി ഉണ്ടാവും. അതെ, അത് പ്രപഞ്ച നിയമമാണ്. ഒരു തിരിച്ചടി എന്ന് പറയുന്നത് പ്രപഞ്ച നിയമമാണ്. അതുണ്ടായേ തീരുള്ളൂ. അത് എത്ര കാലം നമ്മൾ മറിച്ച് കൊണ്ടുപോയാലും തിരിച്ചടി. നമ്മളിപ്പോൾ ഞാൻ ഈ ചാനലിലൂടെയൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തർ. ഇപ്പം തന്നെ നമ്മളെ ശരിക്ക് തന്ത്രിയെ സ്ഥിതി എനിക്കത് കണ്ടപ്പം വലിയ വേദനയുണ്ടായി. കാരണം ഞാൻ ശബരിമല പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കാണാറുണ്ട്, എന്നെ പേഴ്സണലി അറിയാം. വളരെ സന്ദേഹം. കാരണം എനിക്കിതൊന്നും അതുകൂടാതെ ഒരു അച്ഛൻ്റെ സ്ഥാനം അത് എല്ലാ ക്ഷേത്രങ്ങളിലും, അത് ശബരിമല മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങൾക്ക് തന്ത്രിയുണ്ട്. തന്ത്രി ഉണ്ട്. 2-3 പേർക്ക് പ്രാധാന്യമുണ്ട്. മേൽശാന്തി എന്ന് പറയുന്നത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ പൂജയുടെ നേതൃത്വം വഹിക്കുന്നവനെന്നേ അർത്ഥം വരുന്നുള്ളൂ. ആ മേൽശാന്തിക്ക് സഹായിക്കാൻ വേണ്ടി കീഴ്ശാന്തികളുണ്ടാവും, കീഴിൽ കുറേ പേരുണ്ടാവും. അത് വലിയ ക്ഷേത്രങ്ങളിൽ കൂടുതൽ പേരുണ്ടാവും. ഈ മേൽശാന്തിക്ക് മുകളിൽ മേൽശാന്തിക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആളാണ് തന്ത്രി. കാരണം ഇതെൻ്റെ മോനാണ്, എൻ്റെ മോൻ ഇന്നതൊക്കെ വേണം എന്ന് ആർക്കും അറിയാവൂ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാവൂ മോൻ്റെ രീതികൾ. ആ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ഒരു പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ദേവൻ ആരാണ്. അപ്പോൾ അവിടെ ജ്യോതിഷ്യന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങൾക്കും ദേവപ്രശ്നം വെച്ച് ദേവഹിതം അറിയണേ. ആ ദേവഹിതം നോക്കിയിട്ടാണ് അവിടെ ഒരു പിതാവിനെ നമ്മൾ കണ്ടുപിടിക്കണേ. അത് എല്ലാ ക്ഷേത്രങ്ങൾക്കും തന്ത്രിയുണ്ട്. ശബരിമല മാത്രമല്ല, ശബരിമല ഒരു കുടുംബം, തന്ത്രി കുടുംബം. ആ കുടുംബത്തിലെ അംഗങ്ങൾ ഇതുവരെ എല്ലാ ക്ഷേത്രങ്ങളിലും തന്ത്രി കുടുംബങ്ങളുണ്ട്. മൂകാംബി പോയാൽ മൂകാംബി തന്ത്രി കുടുംബങ്ങളുണ്ട്.
എല്ലായിടത്തും തന്ത്രി കുടുംബങ്ങളുണ്ട്. തന്ത്രി കുടുംബം എന്ന് പറഞ്ഞാൽ അവരുടെ നിർദ്ദേശപ്രകാരം അവർ ആ ദേവനെ സംരക്ഷിക്കാൻ, ദേവൻ എന്ന് പറയുന്ന മോനാണെങ്കിൽ തന്ത്രി എന്ന് പറയുന്ന അച്ഛനാണ്, അപ്പോൾ സംരക്ഷകനാണ്. ആ സംരക്ഷിച്ച് ആ ദേവന് ഒരു കുറവും വരാതെ, എൻ്റെ പുത്രൻ, എൻ്റെ മക്കൾക്ക് ഒരു കുറവും വരാതെ ആ കുടുംബനാഥനായിട്ടിരിക്കുന്ന ആളാണ് ശരിക്കും തന്ത്രി. അങ്ങനെയാണ് തന്ത്രിസ്ഥാനം കൊടുക്കണേ. അപ്പം അവർ അങ്ങനെ ചെയ്തോ ഒന്നും അറിഞ്ഞൂടാ. കാരണം നമ്മൾ ഇന്ന് കാണുന്നത് പകുതി മായയാണ്. അപ്പോൾ ഇതൊന്നും സത്യങ്ങളല്ല. സത്യം എന്തായാലും സത്യസ്വരൂപനെ അറിയാവൂ. അയ്യപ്പസ്വാമിക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ഇത് ഇത്രയൊക്കെ പ്രശ്നമായ സ്ഥിതിക്ക് ചിലപ്പോൾ അയ്യപ്പസ്വാമി അതിന് ഒന്ന് ഉണർന്ന്, അങ്ങനെ യോഗ നിദ്രയിൽ നിന്ന് ഒണന്ന് ഇനി കൂടുതലായിട്ട് വേലത്തരം കാണിക്കണ്ട, ഇതെന്തായാലും ഒന്ന് തെളിയിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് അദ്ദേഹത്തിനെ കുത്തി ഇളക്കിയെങ്കിൽ അതിനുള്ള പണിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം സംഭവിച്ചത് അയ്യപ്പസ്വാമി ഉണർന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയ്യപ്പസ്വാമിയെ ഉണർത്തിയവർ, യോഗ നിദ്രയിലിരുന്ന ഭഗവാനെ ഇവർ ഉണർത്തിയെടുത്തു. ഈ ഉണർന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അദ്ദേഹം കണ്ണടയ്ക്കണമെങ്കിൽ, ഇനി യോഗ നിദ്രയിലേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു തീരുമാനമായിട്ട് അദ്ദേഹം പോവുകയുള്ളൂ. സത്യം. അത് ഒരു പറ്റെന്നുള്ള നില എനിക്ക് തോന്നണയാണ്. ഞാൻ ജ്യോതിഷം വെച്ച് നോക്കിയിട്ടൊന്നും പറയണമെന്നല്ല. അപ്പോൾ ഒരു പറ്റൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്ന കാര്യമാണ്. അതുകൊണ്ട് ശബരിമല സംബന്ധിച്ചോളം ശബരിമലയിൽ ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ ഞാൻ യോഗ്യനാണ്. കാരണം എനിക്കിതിനെക്കുറിച്ച് ഒരു A-to-Z അറിഞ്ഞൂടാ. ഇതിൽ സത്യമുണ്ടോ, ഈ പറഞ്ഞ അപരാധികളെന്ന് പറയുന്നവരെല്ലാം അപരാധം ചെയ്തവരാണെന്നോ, ചിലപ്പം നിരപരാധികൾ അപരാധികളായി മാറും. ചിലപ്പോൾ ഇവരാരും ആയിരിക്കില്ല ഇതിൽ യഥാർത്ഥ ഇത് ചെയ്തത്. അതിനെ അവൻ്റെ ഭഗവാനെ അറിയാവൂ. പലരും കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുകയറി വരിച്ചു കളയും. ഈ കുരങ്ങനൊരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചാൽ അറിയാമോ? ചൂടെന്ന് സംശയം വന്നാൽ കുട്ടിക്കുരങ്ങാണ്, അതിനെ കൊണ്ട് ഇതിനെ വാരിച്ചു നോക്കും. അപ്പോൾ ഈ കുരങ്ങ് കിടന്ന് വിളിക്കുകയാണെങ്കിൽ പറയുന്നത് ചൂടുണ്ട് എന്ന് വലിയ കുരങ്ങ് മനസ്സിലാവും, അവൻ കൈകൊണ്ട് വയ്ക്കില്ല. അപ്പോൾ അങ്ങനെയാവാം. അതുകൊണ്ട് ഇതിൻ്റെ സത്യം തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് അയ്യപ്പനോട് പ്രാർത്ഥിക്കാം. എന്ത് തന്നെയാണെങ്കിലും സത്യം പുറത്തു വരണേ ഭഗവാനെ, സത്യസ്വരൂപ, ഇതിൽ സത്യം നിരപരാധിയാണെങ്കിൽ അവരൊക്കെ ഒരു ശിക്ഷയും കിട്ടരുത്, അവർ നന്നായി വരണേ, അപരാധിയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണേ ഭഗവാനെ എന്നല്ലാതെ എന്തെങ്കിലും നമ്മൾ കേട്ടതുകൊണ്ട് അവരെ അപരാധിയാക്കാനോ അവരെ നിരപരാധിയാക്കാനോ രണ്ടിനും നമ്മൾ അർഹരല്ല. എല്ലാവരും എന്ത് ചെയ്യും? ഒരു അപരാധി എന്ന് കണ്ട ഉടനെ അവരെ അപരാധിയാക്കി മാറ്റിക്കൊണ്ട് അവരെ നിരപരാധിയായി തെളിഞ്ഞു വരുമ്പോൾ പിന്നെ അവൻ നിരപരാധി എന്ന് പോലും അറിയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? ഒരു അപരാധി എന്ന് മുദ്ര എത്തി കഴിഞ്ഞാൽ നിരപരാധി അവിടെ. ഇപ്പം നമ്മൾ പത്രങ്ങൾ എടുത്ത് നോക്കി, ഞാൻ പ്രസ് ക്ലബ്ബ് മെമ്പറാണ്, പത്രം നടത്തുന്ന ആളാണ് ഒക്കെയാണ്. പക്ഷേ പത്രത്തിൽ എനിക്ക് പത്രധർമ്മമായിട്ട് വളരെ ബന്ധമുള്ള ആളുമാണ്. പക്ഷേ പത്രത്തിലെല്ലാം വരണത് എന്താണ്? പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്താൽ നെഗറ്റീവ് വാർത്തകളാണ് വരണത്. പോസിറ്റീവ് വാർത്ത ഫ്രണ്ട് പേജിലൊന്നും കാണില്ല. നമ്മൾ പേജൊക്കെ മറിച്ച് വരുമ്പോഴാണ് പോസിറ്റീവ് വാർത്തകൾ കാണുന്നത്. അവിടെ എന്താണ് നെഗറ്റീവ് വാർത്ത? എല്ലാവർക്കും നെഗറ്റീവ് മതി. ഈ നെഗറ്റീവ് വലിയ വാർത്ത 3 കോളം വാർത്ത വന്നെടുത്ത് അല്ലെങ്കിൽ 4 കോളം വാർത്ത വന്നെടുത്ത് ഇത് കഴിഞ്ഞ് ഇത് നിരപരാധിയാണ് എന്ന് ചിലപ്പോൾ അവസാന പേജിൽ ഒരു ചെറിയ കോളത്തിൽ 4-5 ദിവസം കഴിഞ്ഞിട്ടിരിക്കും. അവസാനം തിരക്കിയപ്പോൾ അവൻ നിരപരാധിയാണെന്ന് കണ്ടു. ഇതാരും വായിക്കില്ല. മറ്റതെല്ലാവരുടെ മനസ്സിലും കയറി. അപ്പോൾ ഇത് പറയാനും നമുക്ക് അറിയതയില്ല. കാരണം അവരെന്ത് വേദനിക്കും ചെയ്യാത്തതാണെങ്കിൽ. അതുകൊണ്ട് നമുക്ക് ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു മീഡിയയിൽ ഇരുന്നുകൊണ്ട് എന്നെപ്പോലെ ഒരാൾ ഒരു കാരണവശാലും ഒരാളിനെയും അപരാധിയായിട്ടോ നിരപരാധിയായിട്ടോ പറയാനില്ല. ഞാൻ അവിടെ ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഞാൻ സത്യസ്വരൂപനായ ഭഗവാന് വിട്ടുകൊടുക്കുകയാണ്. ഭഗവാൻ ഉണർന്നു, അതിന് സംശയമില്ല. ഇനി ആര് ഇതിനെ പൊതിഞ്ഞു വെച്ചാലും ഇത് നിൽക്കില്ല എന്നുള്ള സത്യം ഇത് പുറത്ത് വരും. ഇത് ഞാൻ പറയാണ്, ഈ ചാനലിരുന്ന് നിങ്ങളുടെ ചാനലിരുന്ന് പറയാണ്, ഇത് പുറത്ത് വന്നേ തീരുള്ളൂ. ഇല്ലാതെ അവർ മൂടി വെച്ചാലും ഇത് പുകഞ്ഞ് പുറത്ത് വരും. ഇനി മൂടി വെച്ചാൽ ഇരിക്കത്തില്ല. ഇനി എന്താ, വലിയ മത്തങ്ങ എടുത്ത് ചോറിൽ പുതയ്ക്കും പോലെ ഉള്ളൂ. ചോറ് കുറച്ച് മാറുമ്പോൾ മത്തങ്ങ പുറത്ത് വരും. ഇനി പുതയ്ക്കാൻ ശ്രമിക്കുന്നവൻ മണ്ടനാവും, അതിന് ഒരു സംശയം വേണ്ട. കാരണം അയ്യപ്പ ഉണർന്നു. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്.